മമ്മ പെരുന്നാളായിട്ടുണ്ടാരും കാണാത്ത എല്ലാ വീട്ടിലും ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിൽ എന്താ ആൾക്കാർ വരാത്തത്? പപ്പായിനെ ആരെങ്കിലും വിളിച്ചിട്ടില്ല. എന്താ പപ്പായിനെ ആരെങ്കിലും വിളിക്കാത്ത? പിന്നെ ഞാൻ ഡോക്ടർ പോവാ. കിച്ചു വരണ്ട. ഞാനല്ലേ ഏട്ടൻ പൊക്കോ. ഇന്നലെ രാശിനടുത്ത് പെരുന്നാള് പ്രാവശ്യം വിളിക്കില്ലേ? ചാച്ചനടുത്ത് പെരുന്നാളല്ലേ, വിളിച്ചില്ലല്ലോ. വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് എന്ത് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. പോയിട്ട് എന്തിനാ കള്ളു കുടിച്ച് 4 കാലം നടക്കണം കാണാൻ? വിഷമം എന്റെ മോനും. അച്ചാച്ച, അമ്മ അവിടെ നിന്നൊരു കരയാ. മമ്മിയെ ചേച്ചി എന്തി? എടുക്കട്ടെ. വേണ്ട, നീ വിഷമിക്കണ്ട. എനിക്കുണ്ടായത് ഒരു കുരുത്തം കെട്ട മോനായി. എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇനി അവന്റെ അമ്മേനെയും ചവിട്ടി പുറത്തിറങ്ങുമോ? ഇപ്പൊ ആലോചിച്ചിട്ടാവും. മമ്മി നേരത്തെ കിടന്നു, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. കള്ളു കുടിച്ചാലും എത്ര ആൾക്കാരുമായി പ്രശ്നം ഇല്ലാണ്ട് എടുക്കണം. ഈ ചാച്ചൻ മാത്രം എന്താ ഇങ്ങനെ? അല്ലെങ്കിലും ചെറുപ്പം മുതൽക്ക് ഏട്ടൻ എന്ത് പറഞ്ഞാലും അപ്പയും അമ്മയും അപ്പയ്ക്കപ്പൊ സാധിപ്പിച്ചു കൊടുക്കല്ലേ, അതിന്റെയൊക്കെ ആവും. പപ്പ ഫോൺ എടുക്കറിയാതെ. പപ്പ ഇന്നും കുടിച്ചിട്ടാണോ വരിക? കുടിക്കില്ല എന്ന് വാക്കൊക്കെ തന്നിട്ട് തന്നെ പോയത്.
എന്നിട്ടുണ്ടല്ലോ. അവസാനം ക്ലൈമാക്സില് ചാച്ചനെ കള്ളുടിച്ച് വയ്യാണ്ടായിട്ട് ആന്റി ഒന്ന് ശുശ്രൂഷിച്ചിട്ട് ചാച്ചനും ആന്റിയും കൂടി ഒരുമിച്ചിരിക്കുന്നല്ലേ ക്ലൈമാക്സ് അല്ലേ? ആ എന്തുട്ടി ശോകം മമ്മി ഏത് കഥ ജീവിക്കണ ഇതെന്ത് ക്ലീശമ്മ. നീ എന്തുട്ടും കഥ എഴുതി. എന്നാലും ആന്റിയുടെ വീട്ടിലാരാ കോളിംഗ് ബെല്ലടിച്ചേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ? അതിപ്പോ ആരടിച്ചിണ്ടാവുക? അമ്മേ ഇത് നല്ല ക്ലൈമാക്സ് ഞാൻ പറഞ്ഞട്ടെ കേട്ടോട്ടാ. ചാച്ചൻ കല്ലൂടി സ്ഥിരാക്കി, അതുകൊണ്ട് ആന്റിക്ക് ഗതി മുട്ടി. ഒരു ദിവസം ഏട്ടാ പപ്പ വന്നുണ്ട്, നമുക്ക് റൂമിക്ക് പോവാം. മോൻ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് ഒന്നാണ് തിരിഞ്ഞു നോക്കാൻ പറ്റിയ കൈ ഒടിഞ്ഞിട്ട് ക്ലാസ്സിലിട്ടിരിക്കാവോ? എന്ന് പോടി. അറിയോ? അന്നോടെ തൃശ്ശൂര് വെടിക്കെട്ടായിരുന്നു. വീടുണ്ട് കുളിങ്ങി മറിഞ്ഞു. ആ അടിയോടെ ചാച്ചു നന്നായി. എങ്ങനെയുണ്ട് ക്ലൈമാക്സ്? അത്ര തന്നെ.